സർവശക്തനായ ഒരു ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവം കൂടെയുണ്ട് എന്ന ധൈര്യത്തിൽ നടക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന്റെ വചനം നമ്മളോട് ഓരോരുത്തരോടുമായിട്ട് പ്രകാരം പറയുവാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഏറെ പ്രാവശ്യം കേട്ട് പരിചയമുള്ളൊരു വചനമാണ്, പക്ഷെ ആവർത്തിച്ച് കേൾക്കേണ്ടത് ആവശ്യം. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുക, നീ ഭയപ്പെടണ്ട. നിന്റെ യാത്രയിൽ പ്രതിസന്ധികളോട് കടന്നു പോകുമ്പോഴും നീ ഭയപ്പെടണ്ട. എന്താ കാരണം? കൂടെ വരുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ 2-ാം വാക്യ വചനം പറയാം, ഞാൻ നിനക്ക് മുന്നേ പോകും, മരകം നിരപ്പാക്കുകയും ഇരുമ്പോടാൻ ഒടുക്കുകയും പിച്ചളവാതിൽ തകർക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ കൂടെ വരുന്ന ദൈവം. ഇനി കൂടെ വരെ മാത്രമല്ല, മുന്നേ പോയി വഴിയൊരുക്കുന്ന ദൈവം. അങ്ങനെയുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇനി വീണ്ടും ദൈവത്തിന്റെ വചനം പറയുവാണ്, അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ട ദൈവം. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രാഹം ആണല്ലോ. അബ്രാഹത്തോട് പ്രകാരം പറയുവാണ്, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. അബ്രാഹത്തിന്റെ ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, അബ്രാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. എപ്പോഴാ അബ്രാഹത്തോട് ദൈവം ഇത് പറയുക? അബ്രാഹത്തെ അവന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന്, അവന്റെ ഒരു ഭവനം, അവന്റെ ദേശം, അവന്റെ നാട്, അതിൽ നിന്നൊക്കെ ദൈവം വിളിക്കുക. എന്നിട്ട് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പറയുക. അത് ചെയ്യാൻ പറഞ്ഞപ്പോ അബ്രാഹം അതനുസരിച്ചു. അതനുസരിച്ച് അബ്രാഹത്തോട് ദൈവം പറയുക, നീ പേടിക്കണ്ടെന്നേ, നീ ഭയപ്പെടണ്ടടാ. എന്താ കാരണം? നിന്റെ പരിച ഞാൻ നിന്നെ കാക്കും, ഞാൻ നിന്നെ സംരക്ഷിക്കും. പിന്നെ നീ ആരെയാ ഭയപ്പെടുന്നത്? പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇത് കർത്താവ് നമ്മോടും ചോദിക്കുന്ന ചോദ്യമാ. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണോ? ദൈവത്തിന് വില കൊടുത്ത് ജീവിക്കുന്നവരാണോ? കർത്താവിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തെ പൂർത്തിയാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നോ? അതിന് ത്യാഗം കൊടുക്കുന്നോ? അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നോ? പക്ഷെ നമ്മളെ ഭയപ്പെടുത്തുന്നവരും നമ്മളെ പേടിപ്പിക്കുന്നവരും നമ്മളെ ഭീഷണിപ്പെടുന്നവരൊക്കെ ധാരാളം ഉണ്ടാകും. കണ്ടോ, അവന്റെ അവസാനം കേമമാകും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരും ഉണ്ടാകും. അവിടെ ദൈവം പറയാ, നീ എനിക്ക് വേണ്ടി ഇറങ്ങിയവനാണോ, ഇറങ്ങിയവളാണോ? നീ എന്നിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവനാണോ, പോകുന്നവളാണോ എങ്കിൽ നീ ഭയപ്പെടേണ്ടതേ. കാരണം നിന്റെ പരിച ഞാനാ. തന്റെ ചേട്ടനെ പേടിച്ച് തന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ ഒരു മനുഷ്യനുണ്ട് ബൈബിളിൽ. അത് യാക്കോബാ. എന്റെ സ്വന്തം വീട്ടിൽ നിന്ന്, നോക്കിക്കേ, ഏറ്റവും സുരക്ഷിതത്വം ഉണ്ടാവേണ്ട സ്ഥലം സ്വന്തം വീടാ. ഈ സ്വന്തം വീട്ടിൽ നിന്ന് പോലും പേടിച്ച് ഇറങ്ങി ഓടുന്ന യാക്കോബ്, ഒരു പൊതിച്ചോറ് മാത്രം അവന്റെ കയ്യിലുള്ളൂ, ഒരു നേരത്തെ ഭക്ഷണമുള്ളൂ. പോകുന്ന വഴി ഈ ഭക്ഷണം എടുത്ത് കഴിച്ചു, ഇനിയിപ്പോ ഭക്ഷിക്കാനുമില്ല. അങ്ങനെ വിജനപ്രദേശത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ യാക്കോബിനെ വിളിച്ചിട്ട് ദൈവപ്രകാരം പറയുക. ഒരു ദർശനത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ആ ദൈവം അവനോട്, യാക്കോബിനോട് പറയുകയാണ്, നിന്റെ പിതാവായ അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവമായ കർത്താവാണ് ഞാൻ. നീ എന്നിട്ടോ വീണ്ടും വചനം പറയാണ്, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. കയ്യിലൊന്നുമില്ല, പ്രതീക്ഷ വെക്കാനും ഒന്നുമില്ല. അവിടെ ദൈവം അവനോട് പറയാ, നീ പേടിക്കണ്ടെന്നേ, കാരണം ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്നിട്ടോ വചനം പറയാ, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ ഞാൻ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടില്ല. ഈ ഗാനത്തോട് ചേർന്ന് നമ്മളെ കൈവിടാത്ത, കൂടെ നിന്ന് ശക്തിപ്പെടുത്തുന്ന, കൂടെ നിന്ന് നയിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുക. നമുക്കൊക്കെ അറിയാവുന്ന ഒരു പഴയ ഗാനമാണ്, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനെയും. എന്താ ഭയപ്പെടണ്ടെന്ന് പറയാൻ കാരണം? അബ്രാഹത്തിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. വലിയ സന്തോഷത്തോടെ, വലിയ ആനന്ദത്തോടെ ഈ സ്വർഗീയ സംഗീതം എന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയോട് ചേർന്ന് അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം, സർവശക്തനായ ദൈവത്തെ നമുക്ക് പാടി സ്തുതിച്ച് ആരാധിക്കാം. സന്തോഷിക്കട്ടെ.
സന്തോഷത്തോടെ സാധിക്കുന്നവര് വേണമെങ്കിൽ താളത്തോട് ചേർന്ന് കരങ്ങളടിച്ചോ. ആനന്ദത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആനന്ദത്തോടെ കർത്താവിൽ ആനന്ദിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്ക് ചേർന്ന് പാടി സർവശക്തനായ ദൈവത്തെ ആരാധിക്കാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. പാടിക്കേ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും സന്തോഷത്തോടെ ചേർന്ന്. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഈശോന്റെ കൂടെ അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും എല്ലാവരും ചേർന്ന് ആവർത്തിച്ചു. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും അബ്രഹാത്തിന്റെ ദൈവം, അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. വലതുകരൊന്ന് ചങ്കോട് ചേർത്ത് വെച്ച് എന്നിട്ട് ഈ വിശ്വാസം ഒന്ന് പ്രഖ്യാപിച്ച് ചേർന്ന് പറഞ്ഞ് എന്റെ ദൈവം, എന്റെ ദൈവം, എന്റെ കർത്താവ്, എന്റെ കർത്താവ്, സർവശക്തനായവൻ സർവശക്തനായവൻ എന്റെ എന്റെ കൂടെയുണ്ട്. കൂടെയുണ്ട്. എന്റെ ദൈവം, എന്റെ ദൈവം, എന്റെ എന്റെ പരിചയാണ്, പരിചയാണ്, കോട്ടയാണ്. കോട്ടയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ചേർന്ന് പ്രഖ്യാപിച്ച് എന്റെ ദൈവം, എന്റെ ദൈവം, എന്റെ കൂടെയുള്ളതിനാൽ എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ ആകുലനാവുകയില്ല. ആകുലനാവുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ കർത്താവ്, എന്റെ കർത്താവ്, എന്റെ പരിചയാണ്, കോട്ടയാണ്, കോട്ടയാണ്, സംരക്ഷകനാണ്. സംരക്ഷകനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരു കരങ്ങളൊന്ന് ഉയർത്തിക്കേ ആ കർത്താവിനൊന്ന് സ്തുതിച്ചേ ആരാധിച്ചേ ഹല്ലേലൂയ, കർത്താവ് നാമത്തെ ഹല്ലേലൂയ, മഹത്വപ്പെടുത്തുകേ. ഹല്ലേലൂയ, യേശുനാമം ഒന്ന് വിളിച്ചേ, യേശുവേ നന്ദി, യേശുനാമത്തെ സ്തുതിച്ചേ. യേശുവേ നന്ദി. സർവശക്തനായ ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പിതാവുപുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തെ സ്തുതിച്ചേ. അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, സർവ പ്രപഞ്ചങ്ങളുടെയും മേൽ അധികാരമുള്ള ദൈവം, ഒറ്റ വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, മനുഷ്യനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം. ഇത് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നു. ഇതിന്റെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനും നമ്മെ രക്ഷിക്കാനും കഴിയുന്ന ദൈവം. യേശുവേ, 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 യേശുവേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവർ, ഈ ദൈവത്തോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ ചിലപ്പോ ഈ ദൈവത്തിന്റെ വചനവും പദ്ധതിയും ശക്തിയും അറിയാൻ പാടില്ലാത്തത് നമ്മെ കളിയാക്കുന്ന ദോഷന്മാരെന്ന് വിളിക്കുന്ന സന്ദർഭം ഉണ്ടായേക്കാം. അവിടെ ദൈവത്തിന്റെ വചനം പറയുവാണ്, ദൈവത്തിനെ പ്രതി ദോഷനാക്കപ്പെട്ടോ ഒരു കുഴപ്പമില്ല. ദൈവത്തിന്റെ നാമത്തെ പ്രതി നീ കളിയാക്കപ്പെട്ടോ ഒരു കുഴപ്പമില്ല. ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ദോഷന്മാരാ. ആലോചിച്ച് നോക്കിക്കേ, ഇതാ നോഹ തന്റെ പെട്ടകം നിർമ്മിക്കുന്ന വേളയില് നോഹ ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ മുമ്പിലൊക്കെ ഭോഷനായിരുന്നു. ഈ ഭോഷനായ നോഹ മാത്രമേ അതിജീവിച്ചുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഇന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോ നീ ഭോഷനാക്കപ്പെട്ടോ. ദൈവത്തിന്റെ വചനം പറയുവാണ്, 1 കൊറിന്തോസ് 4:10 ദൈവത്തിന്റെ വചനം പറയുക. ഇതാ ദൈവത്തിന്റെ അപ്പസ്തോലൻ പറയുവാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാർ. അഭിമാനത്തോടെ പറയണേ. കാരണം ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാരാണെങ്കിൽ ദൈവത്തിന് മുമ്പിൽ ജ്ഞാനികളാണ്, ദൈവത്തിന് മുമ്പിൽ വിലയുള്ളവരാണ്.
നമുക്ക് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഞാനൊരു ഭോഷനായിട്ട് തോന്നിയാലും നീ കുഴപ്പമില്ലെന്നേ, ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നേ. ഗാനത്തോട് ചേർന്ന് പാടി. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും പാടിക്കേ. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ലോകം കളിയാക്കിക്കോട്ടെ, കുഴപ്പമില്ല. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുമേ. വിശ്വാസത്തോടെ പാടിക്കേ. ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി ദൈവത്തിന്റെ മുമ്പിൽ വലിയവനായാ മതി. ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുമേ. ഈശോയേ, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുമേ. ചെന്ന് പാടി. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. ദൈവം 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 കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. കർത്താവിൽ ആശ്രയിച്ച് ഇരു കരങ്ങൾ ഉയർത്തിക്കേ. ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. യേശുനാമം വിളിച്ചേ. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ മനസ്സ് വെച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. കർത്താനാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെ രക്ഷപ്രാപിക്കും. ദൈവവചനത്തിൽ വിശ്വസിച്ച് സ്തുതിച്ചേ. ദൈവത്തിന്റെ വചനം പറയുക, കർത്താവോട് ചേർന്ന് നിൽക്കുന്നവര് ദൈവഭക്തിയുള്ളവരെ ജ്ഞാനികള്. ദൈവാരാധന ജ്ഞാനം ഉണ്ടാകട്ടെ. കർത്താവ് നാമം വിളിച്ചപേക്ഷിക്കുന്നതിലൂടെ, ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ ഹൃദയത്തിലേക്ക് ദൈവിക ജ്ഞാനം, ദൈവിക സന്തോഷം കടന്നു വരട്ടെ. സ്തുതിക്കട്ടെ. എല്ലാ തരങ്ങളും സ്തുതിക്കട്ടെ. യേശുവേ, 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 ഈശോയേ. ഗാനത്തിന്റെ വരികോട് ചേർന്ന് നമുക്ക് പാടി പ്രഖ്യാപിക്കാം, പ്രാർത്ഥിക്കാം. ഇനി മുതല്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തില് എന്നും ദൈവമാണ് എനിക്ക് ആശ്രയം. എനിക്ക് ദൈവം തന്ന പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അതൊന്നല്ല എൻ്റെ ആശ്രയം. അതൊക്കെ ദൈവം തന്നതാ. ദൈവമാണ് എൻ്റെ ആശ്രയം. ഗാനത്തോട് ചേർന്ന് പാടി വിശ്വാസത്തെ പ്രഖ്യാപിച്ച്. ലോകത്തിൻ ആശ്രയമേ ഇനി വേണ്ട നിശ്ചയമായി. പാടി. ലോകത്തിൻ ആശ്രയമേ ഇനി വേണ്ട നിശ്ചയമായി. ലോകത്തിൻ ആശ്രയമേ ഇനി വേണ്ട നിശ്ചയമായി. ലോകത്തിൻ ആശ്രയമേ ഇനി വേണ്ട നിശ്ചയമായി. എന്റെ ദൈവത്തിലാണ് ആശ്രയം. ദൈവത്തിൻ ആശ്രയമേ അത് ഒന്നെനിക്കാശ്രയമേ. ദൈവത്തിൻ ആശ്രയമേ അത് ഒന്നെനിക്കാശ്രയമേ. സർവശക്തനായ ദൈവമേ, ദൈവത്തിൻ ആശ്രയമേ അത് ഒന്നെനിക്കാശ്രയമേ. വിശ്വാസത്തോടെ പാടി. ദൈവത്തിൻ ആശ്രയമേ അത് ഒന്നെനിക്കാശ്രയമേ. സർവശക്തനായ ദൈവത്തെ അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. ദൈവം 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 കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടി. ചെന്ന് പാടിക്കേ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടി. സന്തോഷത്തോടെ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടി. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, സർവശക്തനായ ദൈവമേ, രക്ഷകനായ ദൈവമേ,
പിശാചനത്തെ ഈജിപ്തിന്റെ വൻകരങ്ങളിൽ നിന്ന് ശക്തമായ കരങ്ങളിൽ നിന്ന് രക്ഷിച്ച ദൈവമേ, സകല വ്യാധികളിൽ നിന്ന് അവരെ കാത്ത ദൈവം, മരുഭൂമിയിൽ കടന്നു വന്നപ്പോ അവർക്ക് മേഘ തണലായി മാറിയ ദൈവമേ, അഗ്നിസംഭവമായിട്ട് കൂടെ നടന്ന ദൈവം, ഇന്നിന്റെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയും ഞങ്ങൾ രക്ഷിക്കുകയും ചെയ്യാൻ കഴിയുന്ന നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം. കർത്താവേ, അവിടുന്നിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. ഈ ലോകത്തിന്റെ വേറെ ഒരു ശക്തിയിലും ആശ്രയിച്ചിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നും എപ്പോഴും അങ്ങിൽ ആശ്രയിക്കാൻ, അങ്ങേക്ക് ഒന്നാം സ്ഥാനം കൊണ്ട് ജീവിക്കാൻ, പാപത്തിന്റെ സുഖത്തെ വെടിഞ്ഞ് ദൈവത്തോട് ചേർന്നായിരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. ഈശോയെ, 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 ഈശോയെ. ഗാനത്തിന്റെ വരികൾ ഇപ്രകാരം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോ ചിലപ്പോ പിശാച് ചില ആകുലതകൾ മനസ്സിൽ വെച്ച് വരും. ഇന്നിപ്പോ കുറെ സമ്പാദിച്ച് കൂട്ടിയില്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ദൈവത്തിന് വില കൊടുത്തിരുന്ന മാത്രം മതിയോ, മറ്റു പല കാര്യങ്ങളും വേണമല്ലോ എന്ന് പറഞ്ഞ് ഈ ലോകത്തിന്റെ ചില പാപങ്ങളിലേക്ക് പിശാച് ഒരു പക്ഷേ നമ്മെ വിളിക്കും. പ്രിയപ്പെട്ടവരെ, പല മനുഷ്യരും പാപത്തിലേക്ക് വീണു പോവുക ജീവിത വ്യഗ്രതകളിൽ ഉഴന്നുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഈ ജീവിത വ്യഗ്രതകൾ നമ്മൾ ഭയപ്പെടുത്തുമ്പോൾ, ആകുലപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുവാണ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയാ, ഭയപ്പെടണ്ട, ആകുലപ്പെടണ്ട, മറിച്ച് കർത്താവിൽ ആശ്രയിക്കുക, ദൈവം നൽകിയ ഉത്തരവാദിത്തങ്ങൾ അനുസരിക്കുക, പൂർത്തിയാക്കുക, ബാക്കി ദൈവം നോക്കിക്കൊള്ളും. ഗാനത്തോട് ചേർന്ന് പാടി നമ്മളുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. പാടിക്കേ. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. വിശ്വാസത്തോടെ കർത്താവിൽ ആശ്രയിച്ച്. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. എന്റെ ദൈവമേ, ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്ന് നമ്മവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു. ജീവമന്നാ തന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു. ജീവമന്ന് തന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു. ജീവമന്നാ തന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു. പ്രാഹത്തിന്റെ ദൈവം, അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, കൂടെയുള്ളതാ ദൈവം, ദൈവം, ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, കൂടെയുള്ളതാ ദൈവം, ദൈവം, ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഭയപ്പെട്ടു പോകാൻ ഇടയുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതാ വചനത്തോട് ചേർന്ന് ഗാനത്തിന്റെ വരിക നമ്മോട് പറയാ, പ്രതികൂല കാറ്റടിക്കുമ്പോൾ, ഒരുപക്ഷെ കൊടുങ്കാറ്റ് പോലെ ജീവിതത്തിലേക്ക് പ്രശ്നം കടന്നു വരുമ്പോഴും നമ്മൾ ഭയപ്പെടാതെ കർത്താവിൽ അടിയുറച്ചു നിൽക്കണം. കർത്താവിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ദൈവം നൽകുന്ന പ്രചോദനം അനുസരിച്ച്, ദൈവം നൽകുന്ന ശക്തി അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യം മുമ്പിൽ നമ്മൾ പോയി നിന്നോ അവിടെ ദൈവം നമുക്ക് വിജയം നൽകും. ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കും. പ്രതികൂല കാറ്റടിച്ച് എൻ പടവിനെ പകർത്തിടുമ്പോൾ, പ്രതികൂല കാറ്റടിച്ച് എൻ പടവിനെ തകർത്തിടുമ്പോൾ, അസ്വസ്ഥതകളും കടന്നു വരുമ്പോ,
പ്രതികൂല കാറ്റടിച്ച് എൻ പടവിനെ തകർത്തിടുമ്പോൾ പ്രതികൂല കാറ്റടിച്ച് എൻ പടവിനെ തകർത്തിടുമ്പോൾ സത്യമായി വിളിച്ചിടുമ്പോൾ എന്റെ രക്ഷകൻ പടവിലുണ്ട്. സത്യമായി വിളിച്ചിടുമ്പോൾ എൻ രക്ഷകൻ പടവിലുണ്ട്. സത്യമായി വിളിച്ചിടുമ്പോൾ എന്റെ രക്ഷകൻ പടവിലുണ്ട്. സത്യമായി വിളിച്ചിടുമ്പോൾ എൻ രക്ഷകൻ പടവിലുണ്ട്. സർവശക്തനായ ദൈവത്തെ വിളിച്ച് അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ ഭയമേ ഭയമൊന്നും വേണ്ടിനിയും. ആവർത്തിച്ചു പാടി. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും ഞാൻ ഭയപ്പെടില്ല. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും അവനെ സ്തുതിച്ചു പാടിക്കേ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും സ്വന്തമായിട്ട് സ്തുതിച്ചേ. കർത്താവേ, നീ കൂടെയുള്ളതിനാൽ, ശക്തനായ നീ കൂടെയുള്ളതിനാൽ എന്റെ ജീവിതത്തിന്റെ യാത്രകളെ ഞാൻ ഭയപ്പെടില്ല. എന്റെ ജീവിതത്തിലെ ആകുലകൾ ഞാൻ ഭയപ്പെടില്ല. പ്രതികൂല സാഹചര്യം കടന്നു വരുമ്പോഴും കർത്താവേ, ഞാൻ ശക്തിയോടെ മുന്നേറും. കാരണം നീ എന്റെ കൂടെയുണ്ടല്ലോ. യാക്കോബിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, അബ്രഹാത്തിന്റെ ദൈവം, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കരങ്ങളെ ശക്തിപ്പെടുന്നവനാണ്. ഞങ്ങളുടെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നവനാണല്ലോ. ബുദ്ധിയെ, ജ്ഞാനത്തെ ഭഗവാനം പ്രകാശിതമാക്കുന്നവനാണല്ലോ. കർത്താവേ, 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 ശക്തനായ ദൈവമേ, രക്ഷകനായ ദൈവമേ, അപ്പസ്തോലന്മാർക്ക് ശക്തി കൊടുത്ത ദൈവമേ, ഭയപ്പെട്ടിരുന്നവരെ ധൈര്യപ്പെടുത്തിയ ദൈവമേ, ദോഷന്മാരെ അവർക്ക് ജ്ഞാനം നൽകിയ ദൈവമേ, ലോകത്തിലെ മുഴുവൻ വചനവുമായിട്ട് പോകാനുള്ള ശക്തിയേക ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കരങ്ങളെ ശക്തിപ്പെടുത്തണേ. കർത്താവ്, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണേ. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണേ, ശക്തിപ്പെടുത്തണേ. സ്വർഗത്തിന്റെ വലിയ ശക്തി, മാലാഖമാരുടെ വലിയ സംരക്ഷണം ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും, ഞങ്ങളുടെ വഴികൾക്ക് ചുറ്റും, ഞങ്ങളുടെ അധ്വാന മേഖല ചുറ്റും കർത്താവേ നൽകണേ. ഈശോയേ, ഈശോയേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു, വിശ്വാസത്തെ അവിടുത്തെ നാമത്തെ വിളിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരിക്കലും പരാജയപ്പെടാൻ, നാണിച്ചു പോകാൻ, ലജ്ജിതരായി തീരുവാൻ ഇടയാക്കില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയേ, 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 ഈശോയേ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചേ. കർത്താവിൻ്റെ മുഖമൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. എന്നിട്ട് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞേ, എൻ്റെ ഈശോ ആണ് എനിക്ക് ബലം, എൻ്റെ കർത്താവാണ് എനിക്ക് ബലം, എൻ്റെ കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല. കാരണം ഞാൻ കരഞ്ഞ, ഞാൻ വീണ, എൻ്റെ അടുത്തോടിയെത്തി എന്നെ കരം പിടിച്ചുയർത്തുകയും എൻ്റെ കൂടെ വന്ന് എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് എൻ്റെ ദൈവം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.